നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇങ്ങോട്ടിറങ്ങി വേണം. എന്താടാ വണ്ടിക്കകത്ത്? സാറേ, ഞാൻ പൂവും കൊണ്ട് വന്നതാ. ഇപ്പൊ അതിനകത്ത് എന്താന്നാ ചോദിച്ചത്? അത് കുറച്ച് പൂവും കൂടെ ബാക്കിയുണ്ട് സാറേ, പോകുന്ന വഴിക്ക് കൊടുക്കാനുള്ളതാ. വേറെ ഒന്നുമില്ല സാറേ. കയറി നോക്കടാ സാർ. എന്താടാ നിന്റെ മുഖത്തൊരു കള്ളത്തരം? ഒന്നുമില്ല സാറേ. നിനക്കെന്താ ഒരു ടെൻഷൻ? ഇല്ല, ഒന്നുമില്ല സാറേ. പിന്നെന്താ ഒരു പരിങ്ങല്? ഒന്നുമില്ല സാർ. ഇത് എവിടെ നിന്ന് വരുന്നില്ലോടാ? ഇത് തോവള എന്നാണ് സാർ. പേപ്പറെല്ലാം കറക്റ്റാണ് സാർ. നിന്നോട് ചോദിച്ചോ? ഞാൻ നോക്കിക്കോളാം കേട്ടാ. സാറേ, ഇതിനകത്തൊന്നുമില്ല. നന്നായി നോക്കിയോളൂ നിങ്ങള്. നോക്കി സാർ. എടുത്തോണ്ട് പോ. ആടാ സാർ. എന്താടാ? എന്താ നീ ഇവിടെ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല സാർ. എടുത്തോണ്ട് പോകാൻ പറഞ്ഞില്ലേ? അണ്ണാ വിട്ടോ. വണ്ടി എടുക്കണം. നിങ്ങൾ എത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? ചേട്ടാ, ഞാനൊന്ന് മൂത്രം വയ്ക്കാൻ പോയതാ. കേറ് കേറ്. വിട്ടോ വിട്ടോ. സാർ, താനിതെവിടെയാ? സാർ, ഞാനിവിടെ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത്. അവിടെ തനിക്കെന്താ കാര്യം? അത് തന്റെ ജൂറിസ്ഡിക്ഷനാണോ? അല്ല സാർ, ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഞാൻ. എന്ത് ഇൻഫർമേഷൻ? അഥവാ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ തന്നെ അതവിടെ ചാർജുള്ള ഓഫീസർക്ക് കൈമാറുകയല്ലേ വേണ്ടത്? സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. താനൊരു കുന്തവും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആവശ്യമില്ലാത്ത ആവേശമൊന്നും കാണിക്കണ്ട. ഏൽപ്പിച്ച ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി. സാർ. ഇഡിയറ്റ്, ഫോൺ വെക്കണം. നോ, ഇത് ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത്ര ജെന്യൂൻ ആയിരുന്നു. അവരതിൽ ഏതോ ഒരു വണ്ടിയിലുണ്ടായിരുന്നു. ഇൻഫർമേഷൻ തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഞാൻ ഓരോ വണ്ടിയും അരിച്ചു പറക്കിയാ വിട്ടത്. അവർ ഈ ജില്ലാതിർത്തി വിട്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. എനിക്ക് ആ ഉറപ്പില്ല. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ആ നേരത്ത് ആരും വിളിക്കാതെ ഉമാദത്തൻ അവിടെ വന്നത്? രക്ഷിക്കാൻ, ആദിത്യനെയും പൂജയെയും രക്ഷിക്കാൻ. തന്റെ കണ്ണിൽ ചുണ്ണാമ്പ് തേച്ചിട്ട് അവനത് കൃത്യമായി ചെയ്തു. ചുണ്ണാമ്പ് തേച്ചതേ എന്റെ കണ്ണിലല്ല,
ഡോക്ടറുടെ ഇൻഫർമേറ്ററുടെ കണ്ണിലായിക്കൂടെ? മനസ്സിലായില്ല. ഡോക്ടർമാരുടെ ബുദ്ധിയല്ല പോലീസുകാരൻ്റെത്. അവിടെ അയാൾ കാണിച്ച ആ ഷോ ഓഫ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിലോ? അവരതിർത്തി വിട്ടുപോയി എന്ന് സ്ഥാപിക്കാൻ തെളിവുകൾ ഉണ്ടാക്കി നമ്മുടെ ശ്രദ്ധ മാറ്റിയ ശേഷം സേഫായ മറ്റൊരു സ്ഥലത്ത് അവർ ഒളിപ്പിച്ചതാണെങ്കിലോ? എന്താ അങ്ങനെ സംഭവിച്ചൂടെ? സംഭവിച്ച കാര്യങ്ങളുടെ അവലോകനം നടത്താനല്ല തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. അവരിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയാനാ. ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറെ, അവരേതായാലും ഹൈറേഞ്ച് ഭാഗത്തേക്ക് പോയിട്ടില്ല. അഥവാ ഇനി അവിടെ എത്തിയ റാഞ്ചി എടുക്കാൻ കഴുകന്മാരെ കൂട് തുറന്ന് വിട്ടിട്ടുണ്ട് ഞാൻ. ജയിക്കാൻ വേണ്ടി ശരവണൻ ഏത് നാറിയ കളിയും കളിക്കും. പോലീസുകാരന്റെ കുപ്പായ ഇടുന്നതിന് മുമ്പേ ഏറ്റുമാനൂര മാർക്കറ്റിൽ മീൻ കച്ചവടം വരുന്നു എനിക്ക്. അതുകൊണ്ട് നാറ്റം എനിക്കൊരു വിഷയമല്ല. പറഞ്ഞ കാശുണ്ടാക്കി വെക്ക്. അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓട്ടാ സ്വാമിനാഥൻ ഡോക്ടറെ. ഞാന് ഡോക്ടർ സ്വാമിനാഥൻ. കാണുന്നില്ലോ ചായ, നേരെ ഇപ്പൊ ഒരുപാടായില്ലോ. ഇവരിത് എവിടെ പോയി കിടക്കുന്നു? താൻ ഇങ്ങനെ ബഹളം വെക്കാതടോ. ജീപ്പ് വരാനുള്ള സമയം ആവുന്നല്ലേ ഉള്ളൂ. ഈ ജീപ്പിന് എന്നാ ഒന്ന് വേഗം വന്നാല്? അത് ആ ജീപ്പിനോട് തന്നെ പോയി ചോദിക്കണം. തമാശ. എന്റെ പൊന്ന് നമ്പിടി, താൻ ഇങ്ങനെ ആവേശം കാണിച്ച് കുളവാക്കല്ലേ. ഓ അച്ചായ, അവിടുന്ന് പറഞ്ഞ എനിക്കൊരു ആവേശം അച്ചായ. ഇത് തന്നെയല്ലേ ലൂസിയുടെ കാര്യത്തിലും കൃഷ്ണപ്പുറപ്പയുടെ കാര്യത്തിലും സമീറുടെ കാര്യത്തിലും താൻ ആദ്യം പറഞ്ഞത്. എന്നിട്ടിപ്പോ എന്തേ ആവേശ ആകാശത്തോടെ അലിഞ്ഞു പോയാ? അച്ഛേ, മനുഷ്യനോട് നല്ല കാര്യം പറയുമ്പോ അതിനിടയ്ക്ക് ചുമ്മാ ഹൊറർ മിക്സ് ചെയ്ത് പേടിപ്പിക്കല്ലേ. ലോകത്തെ ഏറ്റവും സുന്ദരമായ ജീപ്പ്. അച്ഛയ, ജീപ്പ് ജീപ്പ് ജീപ്പ്. കുരിശും കൂടെ അയക്കേ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഒരു പരുവത്തിനെ ആകാവൂ. പയ്യെ തിന്ന പനിയും തിന്നാം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടി അച്ചായ. അറിഞ്ഞിട്ടാണോ ഈ കിടന്ന് ചാടുന്നേ? അച്ചായ, ആ വേട്ടെ ഇറങ്ങിക്കേ. ഒന്ന് വേട്ടെ ചേച്ചി.